അതായത് ഇത് ഒരു റൂമിനകത്തെ വയറിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ റൂഫിലൂടെ ഇടുന്ന പൈപ്പാണ്. നടുക്ക് കാണുന്ന പോയിന്റ് ഫാൻ പോയിന്റ്. ഇപ്പം 4 പോയിന്റ്, ഒരു 3 ലൈറ്റ് പോയിന്റ്, ഒരു ഫാൻ പോയിന്റ്. അതൊരു മെറ്റൽ ബോക്സ്, 8 മോഡുലാറോ 6 മോഡുലാറോ അങ്ങനെ ഒരു മെറ്റൽ ബോക്സ്. അതിൽ നിന്ന് പൈപ്പിങ്ങിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ വയർ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഒരു പുള്ളർ തണ്ട ഇങ്ങനെ കടത്തയാണ്. എന്താ, ഇൻസേർട്ട് സ്റ്റീൽ പുള്ളർ ടു ദ ജംഗ്ഷൻ. നമ്മളെ പുള്ളർ മാർക്കറ്റ് മേടിക്കാൻ കിട്ടില്ല. എന്നിട്ട് 1 mm വയർ, റെഡ് വയർ അതിൽ പുള്ളറി കണക്ട് ചെയ്ത്. പിന്നെ ഇനി ബ്ലാക്ക് വയറും കൂടെ ഉണ്ട്. കാര്യം ന്യൂട്രലും ഫേസും വേണമല്ലോ ഒരു ലാമ്പിന്. ഇതെല്ലാം 1 mm വയറാണ്. സാധാരണ 1 mm വയർ 1.5 mm, 2.5. എന്നിട്ട് അത് നല്ല വൃത്തിയായിട്ട് ടേപ്പ് അടിക്കണം. ടൈറ്റ് ചെയ്ത് ടേപ്പ് അടിക്കുക. ടേപ്പ് അടിച്ചതിന് ശേഷം ഈ പുള്ളറി വലിച്ചു കഴിഞ്ഞാൽ വയറിഞ്ഞ് കയറിഞ്ഞ് വരും. വയറിഞ്ഞ് കയറി വരുന്നതായിട്ട്. ഇത് ഇപ്പം ഇങ്ങനെ പ്രാക്ടിക്കലി ഇങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ന്യൂട്രലും രണ്ടും ഒരുമിച്ചാണ് വരുന്നത്. പിന്നെ വരയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ന്യൂട്രൽ ഫേസും വന്നു കഴിഞ്ഞാൽ ആ ജംഗ്ഷൻ്റെ അകത്തൊരു ചെറിയ കെട്ടം കിട്ടേക്കുക, അത് തിരിച്ചങ്ങോട്ട് പോകാതിരിക്കാനായിട്ട് അത് ചെയ്യണം. ഇപ്പോൾ പിള്ളേർ കയറ്റുന്നു, ന്യൂട്രൽ ഫേസും കയറ്റി വിടുന്നു. കട്ട് ദ ബ്ലാക്ക് വയർ കട്ട് ചെയ്യാതെയും പല മെത്തേഡിൽ വലിക്കാം. ഇനി സ്വിച്ച് ബോർഡ് വരെയുള്ള അളവ് എടുക്കണം. പിള്ളേർ കയറ്റിയിട്ട് ആ റെഡ് വയർ കട്ട് ചെയ്യണമെങ്കിൽ അത് കൺട്രോൾ വയറാണ്, അത് സ്വിച്ച് ബോർഡ് വരെയുള്ള അളവ്. അതാണ് ആ പുള്ളർ, നീലയാണ് പുള്ളർ. ഇങ്ങനെ സ്പ്രിങ് പോലെ എടുക്കുക. അത് കണ്ട അവിടം വരെയുള്ള അളവ്. സ്വിച്ച് ബോർഡിലൊരു 8-10 ഇഞ്ച് നീളം ഇടുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നീളം ഇടുക. സ്വിച്ച് ബോർഡിനകത്ത് അളവ് പിടിക്കണം. ജംഗ്ഷൻ വരെയുള്ള അളവ് പിടിച്ചിട്ട് ആ അളവിന് വേണം ആ ചുമന്ന വയർ മുറിക്കാൻ. ഞാനൊക്കെ ടച്ച് ചെയ്ത് കാണിച്ചതുണ്ട്. അവിടെ കറക്റ്റ് അവിടം വരെയുള്ള അളവ്. അവിടം വരെയുള്ള അളവ് നമ്മൾ പിടിച്ചിട്ട് അത് കൊണ്ടുവന്ന് അതിനകത്ത് വെച്ച് മാർക്ക് ചെയ്ത് അത് മുറിക്കുക. എന്താ, ടേക്ക് പ്രോപ്പർ ലെങ്ത് ആൻഡ് ദെൻ കട്ട് ദ റെഡ് വയർ. പ്രോപ്പർ ലെങ്തിൽ, അതായത് മെഷർ ചെയ്തെടുക്കണം. നല്ല ഇച്ചിരി നീളം കാണും. അപ്പോൾ ഒരു ന്യൂട്രൽ വയർ ഇങ്ങനെ ബ്രേക്ക് മുറിഞ്ഞ് എന്നിട്ട് പിള്ളേരങ്ങ് എടുത്ത്. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത പിള്ളർ വയർ കയറ്റണം. അതും അതേപോലെ തന്നെ ആ ജംഗ്ഷനിൽ വന്ന് ആ പിള്ളറിൽ ഒരു ന്യൂട്രൽ ഒരു ഫേസും കയറ്റി വിട്ടുന്നു. ഒരു ന്യൂട്രലും ഒരു ഫേസും കയറ്റി വിട്ടുന്നു. ഒന്നമ്മൻ്റെ ന്യൂട്രൽ വയർ സർക്യൂട്ടിന് 1.5, സർക്യൂട്ടിന് 2.5 ഉപയോഗിക്കും. എ സിക്കൊക്കെ ആണെങ്കിൽ 4 mm അല്ലേ, 4 mm, 6 mm, 720, 180 ഇങ്ങനെയൊക്കെ പറഞ്ഞ് വയറുണ്ടല്ലേ. ഫിനോലെക്സ്, ഹാവൽസ്, വിവാർഡ്, പോളി ക്യാപിറ്റൽ ഉണ്ട്. 2 വയർ അവിടെയും വന്നു. പിള്ളേർ ഉപയോഗിച്ചിട്ട് ആ ജംഗ്ഷൻ വന്നു. ഇനി ആ റെഡ് വയർ മറ്റേ റെഡ് വയറിൻ്റെ അളവിന് മുറിക്കണം. അതാണ് കാണിക്കുന്നത്. ഇപ്പുറത്തെ കോയിലിൽ കിടക്കുന്ന റെഡ് വയർ മറ്റേതിൻ്റെ അളവിന് കൃത്യമാകും മുറിച്ചാൽ മതി. പിന്നെ അളവ് പിള്ളേരെ കൊണ്ട് എടുക്കേണ്ട കാര്യം, എടുത്ത് നമ്മൾ ഇട്ടിരിക്കുകയാണ്. അത് പറ്റയല്ല കട്ട് ചെയ്യേണ്ടത്, അളവിന് മുറിക്കണം. അളവിന് മുറിക്കാൻ കുറച്ചുകൂടെ ലെങ്ത് വരുമല്ലേ. കണ്ടോ, അങ്ങനെ വരച്ച് കാണിക്കുന്നത് നിങ്ങൾ ഐഡിയപരമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് ന്യൂട്രൽ അവിടെ ഇട്ട് പ്രോപ്പറായിട്ട് ആ ജംഗ്ഷൻ ഇട്ടാൻ കട്ട് ചെയ്യാം. ന്യൂട്രൽ. അപ്പോൾ 2 വലിയ കൺട്രോൾ വയറും, ഈ കൺട്രോൾ വയറിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സ്വിച്ച് ബോർഡ് വരെയുള്ള വയർ, അല്ലെങ്കിൽ ഓഫ് വയർ എന്നൊക്കെ പറയും. പലരും പല സ്റ്റൈലിലേക്ക് പറയുന്നത്. കൺട്രോൾ വയർ, ഓഫ് വയർ. ഇപ്പോൾ 2 ന്യൂട്രലും വന്നവിടെ വീണിട്ടുണ്ട്, 2 കൺട്രോൾ വയറും ഉണ്ട്.
ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് പുള്ളർ ഇങ്ങോട്ട് കയറ്റുക. ഇവിടെ നിന്ന് ഒരു ന്യൂട്രൽ ഒരു ഫേസും അങ്ങോട്ട് വലിക്കുക. അപ്പോൾ 3 കൺട്രോൾ വയറായി. ഇപ്പം കൺട്രോൾ വയർ എന്നാണ് എഴുതുന്നത്. കൺട്രോൾ വയർ. ടു കൺട്രോൾ റെഡ് വയർ. ഇത് സ്വിച്ചിൻ്റെ മുകളിലായിട്ട് സ്വിച്ചിൽ കൊണ്ടാണ് കൊടുക്കുന്നത്. ഈ കൺട്രോൾ വയർ നേരെ കൊണ്ട് കൊടുക്കുന്നത് സ്വിച്ചിൻ്റെ മുകളിൽ കൊടുക്കും, അടി ഫേസ് കൊടുക്കും. ന്യൂട്രൽ ഓൾറെഡി വന്നു കഴിഞ്ഞാൽ ബൾബ് കത്തും, ഫാൻ കറങ്ങും. ഫാന് സെപ്പറേറ്റ് കളർ വയർ ഉപയോഗിക്കും. ഇപ്പം ലാമ്പിനെല്ലാം റെഡ് അങ്ങ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാൻ സെപ്പറേറ്റ് ന്യൂട്രൽ വയർ ഉണ്ട്. ന്യൂട്രൽ വയർ കട്ട് ചെയ്ത് ന്യൂട്രലിന് എപ്പോഴും ബ്ലാക്ക്. കൺട്രോൾ വയർ ഈസ് ഗിവൺ ടു ദ സ്വിച്ചസ്. കൺട്രോൾ വയർ എപ്പോഴും കൊടുക്കുന്ന സ്വിച്ചസിലാണ്. എന്താണ് വീണ്ടും പുള്ളർ അവിടെ നിന്ന് കയറ്റി കോയിലിൽ നിന്നുള്ള വയർ അങ്ങോട്ട് കയറ്റി വിടുന്നു. ഇത് വയറിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. പല സ്റ്റൈലിൽ വയർ വലിക്കും. ഇത് മാത്രമല്ല മെത്തേഡ്. ഇപ്പം എല്ലാം കൂടെ പ്രാക്ടിക്കലി ഇത് ഏതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഐഡിയ കിട്ടി കഴിഞ്ഞാൽ ഇത് ഒരു റൂം വയർ പുള്ളിയാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് റൂമും എന്ത് വേണമെങ്കിലും വലിക്കാം. അതിൻ്റെ ആ അളവെടുക്കുന്നതിൻ്റെ ആ രീതി ഒന്ന് മനസ്സിലായി. ഇപ്പോൾ ബേസിക്കായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഒരു ഐഡിയ കിട്ടത്തില്ല. അതുപോലെ തന്നെ ഉണ്ട്. ന്യൂട്രലോടെ പോയി വീണ് ഫേസ് വെയറോടെ പോയി വീണു. ഇനി ഫേസ് വെയർ ന്യൂട്രൽ ജംഗ്ഷനിലിട്ട് കട്ട് ചെയ്ത് ഫേസ് വെയറൊക്കെ മറ്റേതിൻ്റെ അതേ നീളത്തിൽ തന്നെ മുറിച്ചിടണം. ആദ്യം അളവെടുത്ത് മുറിച്ചതിൻ്റെ ഇപ്പം 3 കൺട്രോൾ വയറായി. 3 കൺട്രോൾ വയർ 3 ന്യൂട്രലുമായി. കൺട്രോൾ വയറിന് നീളം ഉണ്ട്, നീളത്തിൽ വരയ്ക്കുകയാണ് അങ്ങോട്ട്. കൺട്രോൾ വയർ അല്ലെങ്കിൽ ഓഫ് വയർ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇതിൻ്റെ കൂടെ ഫാൻ ഒരു കൺട്രോൾ വയർ. ഫാനിൻ്റെ കൺട്രോൾ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളർ ഉപയോഗിക്കുക. യെല്ലോ ഉപയോഗിച്ചാൽ വളരെ നല്ലത്. അല്ലെങ്കിൽ ബ്ലൂ ഉണ്ടെങ്കിൽ ബ്ലൂ ഉപയോഗിക്കാം. ബ്ലാക്ക് ന്യൂട്രലിനായിട്ട് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. ഗ്രീൻ വയർ എർത്തിനായിട്ട്. ഇനി ഈ പുള്ളർ വയർ അവിടെ നിന്ന് കയറ്റണം. സ്വിച്ച് ബോർഡിൻ്റെ അവിടെ നിന്ന് കയറ്റി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തൂങ്ങി കിടക്കുന്ന വയറെല്ലാം കൂടെ അതിൽ ടേപ്പ് അടിച്ച് ന്യൂട്രലും ഒരു ഫാൻ്റെ കൺട്രോൾ വയറും കൂടെ കയറ്റി അങ്ങ് വിട്ട് വലിച്ചങ്ങ് ഇട്ടാൽ മതി. വയറിങ് തീർന്നു. അത്രേ ഉള്ളു. ഇപ്പോൾ പുള്ളർ വന്നില്ലേ? ആ പുള്ളർ വന്നതിൻ്റെ അകത്ത് ആ തൂങ്ങിക്കിടക്കുന്ന 3 റെഡ് വയർ, പിന്നെ ഒരു ന്യൂട്രൽ വയർ, പിന്നെ ഒരു ഫാനിൻ്റെ കൺട്രോൾ വയറും കൂടെ ഉണ്ട്. അത് മടക്കി കൊണ്ടുവന്ന് ടേപ്പ് അടിച്ച് ഓരോന്നും കൊണ്ട് കൊടുക്കുന്നതായിട്ടാണ്. എല്ലാം കൂടെ ടേപ്പ് അടിക്കുന്നത് നല്ല പെർഫെക്റ്റായിട്ട്. ഈ കാണുന്ന പൈപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇത് ഓപ്സെറ്റൊക്കെ ചെയ്താണ് ഇടുന്നത്. ഇങ്ങനെ സ്ട്രൈറ്റ് പൈപ്പൊന്നും അല്ല. ഓപ്സെറ്റ് നമ്മൾ റൂഫിനകത്ത് പൈപ്പ് ഇടും, ലിൻഡിലൊക്കെ പൈപ്പ് ഇടും. സർക്യൂട്ട് പൈപ്പൊക്കെ ഇടുന്നത് ലിൻഡിൽ വഴിയാണ്. ഈ ലാമ്പിൻ്റെയൊക്കെ പൈപ്പ് ഇടുന്നത് ഇതിപ്പോൾ ആ വയറുകളെല്ലാം മടക്കി കൊണ്ടുവന്ന് പുള്ളറിൻ്റെ അറ്റത്ത് വെച്ച് ടേപ്പ് അടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വയറും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് കയ്യിലെടുക്കുക, പുള്ളറിൻ്റെ അറ്റത്ത് വെച്ച് അങ്ങോട്ട് ടേപ്പ് അടിക്കുക. എല്ലാ വയറെന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ ഒരു മൊത്തം എത്ര കൺട്രോൾ വയറുണ്ട്? 1, 2, 3, 4 കൺട്രോൾ വയറും ഒരു ന്യൂട്രൽ. അതാണ് ആ ന്യൂട്രൽ. ഉണ്ടോ? അടുത്ത ഫാനിൻ്റെ ഒരു കൺട്രോൾ വയർ. ഫാനിൻ്റെ കൺട്രോൾ വയർ കളർ വയർ ഇടുക. ഇനി അതല്ല കളർ വയർ ഇല്ലെങ്കിൽ ഫാൻ മാർക്ക് ചെയ്ത് വേണം എപ്പോഴും ഇടാം. കാര്യം ഡിമ്മറിൽ കൊടുക്കണം. പിന്നെ ഡിമ്മറിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലാമ്പിൻ്റെ അടുത്ത് ഡിമ്മറിൽ കൊടുക്കും. സ്വിച്ച് ഇടുമ്പോഴത്തേക്ക് ലാമ്പ് ഇരുന്ന് പിന്നെ ഡിമ്മാവുകയും ബ്രൈറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ അതൊക്കെ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടല്ലേ. ഉണ്ടാ ഈ കൺട്രോൾ വയറല്ലേ ഇറക്കുക. 3 കൺട്രോൾ വയർ, ഒരു ഫാനിൻ്റെ വയർ പ്രത്യേകം കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാണും. എന്നിട്ട് ഈ ഇറങ്ങിയ വയറെല്ലാം നേരെ സ്വിച്ചിൽ കൊടുക്കുക. സ്വിച്ചിൻ്റെ അടിയിൽ ഫേസ് കൊടുക്കുക. ഫാൻ ഡിമ്മർ വഴി കൊടുക്കുക. അതിനെപ്പറ്റിയൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 3 കൺട്രോൾ വയർ, ഒരു ഫാൻ കൺട്രോൾ വയർ, പിന്നെ ഒരു ന്യൂട്രൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉള്ള ഒരു റൂം വയർ ചെയ്യുന്നതിന്. പിന്നെ ഇതുപോലെ തന്നെയാണ് 2 വേ ആയാലും എന്തായാലും വയർ ചെയ്യേണ്ടത്. 2 വേക്കാണെങ്കിൽ ഓരോ 2 വേക്കും അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.